ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിൻ്റെ ഫില്ലിങ്ങും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇഫ്താറിന് സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്നാക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ലിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 2 സവാള ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്നതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കന് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ മസാലയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടെയാണ്. അതുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അധികം മസാലകളൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണിത്. നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 6 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഓരോ മുട്ട എടുത്തിട്ട് 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് സമോസ ഷീറ്റാണ് കേട്ടോ. ഇപ്പോൾ സമോസ ഷീറ്റൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സമോസ ഷീറ്റ് ആദ്യം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ടാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ നടുവിലായിട്ട് മാത്രം വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു പീസ് മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മൈദയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു കൂട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിതുപോലെ 4 സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ 4 സൈഡിലും ഒരുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കൊരു ബോക്സ് പോലെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മറ്റൊന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഷീറ്റ് വെക്കുക, അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കുക, എന്നിട്ട് മൈദയുടെ കൂട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 4 സൈഡിൽ ഒരുപോലെ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നന്നായിട്ട് അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നല്ല ചൂടായിട്ടിരിക്കണം കേട്ടോ. എന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അധികം സമയമൊന്നും വേണ്ട. നമ്മൾ സമോസയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്നാവില്ല, അത്രയും സമയം വേണ്ടു ഇതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒന്നിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അധികം എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഈ ഇഫ്താറിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതാ നമുക്ക് വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്